ഹായ്. അപ്പൊ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നമല്ലേ നമ്മുടെ തലയില് താരന്, അതുപോലെ നമ്മുടെ മുടി കൊഴിച്ചില്. അപ്പൊ ഇതിനൊക്കെ ആയിട്ടുള്ള പ്രതിവിധിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നട്ടു വളർത്താൻ പറ്റിയ ഒരു ചെടിയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ. ദാ നമ്മുടെ നീലമരിയാണ്. ഞാൻ ഇതുപോലെ ഒരു ചട്ടിക്കകത്ത് നട്ടു വളർത്തിക്കൊണ്ട് വരുന്നതാണ്. ഇതുണ്ടോ, ഏകദേശം എല്ലാം ഒരുപാട് ഇലയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആവശ്യത്തിനൊക്കെ ഇതുപോലെ ഇതിന്റെ ഇലയൊക്കെ ഊരിയെടുത്ത് ഉണക്കി വെക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണേൽ നമുക്ക് എണ്ണ കാച്ചാനൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ ഇതുപോലെ ഇതുണ്ടോ, പൂവുണ്ടോ ഇതിന്റെ, ഇതൊക്കെ ഉണ്ടോ, ഇതിന്റെ പൂവാണ് കേട്ടോ, നമ്മുടെ നീലമരിയുടെ പൂവുണ്ടോ. ഈ പൂവെല്ലാം ഇപ്പൊ ഇതാ ഇതേപോലെ കായായി കേട്ടോ. ഇതാണ് ഇതിന്റെ വിത്ത് ഉണ്ട്. ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ മഴയായത് കാരണം ഇനിയിപ്പോൾ ഇത് പറിച്ചെടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇതുപോലെയൊക്കെ വിത്തായി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ട, ബുദ്ധിമുട്ടൊന്നുമില്ല. മഴയൊക്കെ ആയി കഴിയുമ്പം വിത്ത് ഇതിൽ നിന്ന് തന്നെ അടർന്ന് വീണിട്ട് എവിടെയെങ്കിലും ഒക്കെ മണ്ണിലൊക്കെ വീണിട്ടൊക്കെ കിളക്കും കേട്ടോ. പക്ഷെ നമ്മൾ ഇതിന്റെ വിത്ത് എടുത്ത് കിളർക്കുന്നതിന് പെട്ടെന്ന് കിളക്കുകയല്ല, നമ്മൾ ഇതിന്റെ ഈ തോട് കളഞ്ഞിട്ട് നമ്മൾ പാകുവാണെങ്കിൽ പെട്ടെന്ന് കിളക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഇത്തിരി താമസം വരും. ഇതിന്റെ തോടടക്കം നമ്മൾ പായി കഴിഞ്ഞാല് കട്ടിയുള്ളൊരു തോടാണ് കേട്ടോ. ഇതുണ്ടോ, ഇതിങ്ങനെയാണ് ഇതിന്റെ വിത്തുള്ളത്. ഇതാ ഇങ്ങനെ അതിന്റെ വിത്തുള്ളത്. അപ്പം ഇതിന്റെ തോട് കളഞ്ഞിട്ട് നമ്മൾ പാകുവാണെങ്കിൽ പെട്ടെന്ന് കിളുക്കും. ഈ തോട് അടക്കമാണെങ്കിൽ കിളുക്കാൻ കുറച്ച് താമസിക്കും കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്താ പറയണ്ടേ, അതുപോലെ തന്നെ മുടി നരയ്ക്കുന്നതിന് നമ്മള് ഇപ്പം കൊച്ചു കുട്ടികളടക്കം എല്ലാവർക്കും ഉള്ളതാണല്ലോ പെട്ടെന്ന് മുടി നരയ്ക്കുന്നതിന്. അതിനൊക്കെ ഏറ്റവും പ്രതിവിധിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു നീലമരിയെ. പക്ഷെ ഈ നീലമരിയുടെ ഈ ഇല പോലെ തന്നെ വേറൊരു ചെടിയുണ്ട് കേട്ടോ. അപ്പൊ അറിയാത്തവരാണെങ്കിൽ അതും ഇതും തമ്മിൽ മാറിപ്പോവേ. ഇതുണ്ടോ, ഇതിന്റെ ഇല പോലെ തന്നെ ഇതിപ്പോ ഇത്തിരി എന്താ വെച്ചാൽ ഞാൻ ഈ ഇലയാക്കി ഊരി എടുത്തിട്ട് രണ്ടാമത് വന്ന ഇല ആയതുകൊണ്ട് ഇച്ചിരി വലിപ്പം കുറവാണ്. ഇല്ലെങ്കിൽ നല്ല വലിപ്പം, നല്ല വട്ട ഇലയായിട്ട് ഇച്ചിരി വലിപ്പമുള്ള ഇലയാണ്. ഇത് രണ്ടാമത് വന്ന ഇല ആയതുകൊണ്ട് ഇച്ചിരി ചെറുതാണ് കേട്ടോ. അതുപോലെ ആ ഇലയും ആ ചെടിയും ഇതും തമ്മിൽ ചിലർക്കൊക്കെ മാറിപ്പോകും കേട്ടോ. ഇതിന്റെ ഒരേ ഒരു ആവരണുണ്ട്. അതാ ഞാൻ പറഞ്ഞ അതും ഇതും തമ്മിൽ ചിലർക്ക് മാറിപ്പോവേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വിത്തൊക്കെ ഉണ്ടായി കഴിയുമ്പോണ്ടല്ലോ, ഇങ്ങനെ വിത്തൊക്കെ ആയി ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ ചെടി ഇച്ചിരി എന്താ പറയണ്ടേ, ഒരു ഉണങ്ങി പോകേണ്ട ടെൻഡൻസി കാണിക്കും, ഉണങ്ങി പോകാൻ തുടങ്ങും. അപ്പം നമ്മൾ അതിന് മുമ്പ് ഇതുപോലെ വിത്തൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ വിത്തൊക്കെ എടുത്തതിന് ശേഷം ഉണ്ടല്ലോ, നമ്മുടെ ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇതിന്റെ കമ്പൊന്ന് ഇവിടെ നിന്ന് കൊത്തി വിട്ടാൽ മതി കേട്ടോ. ഇവിടുന്ന് നമ്മളൊന്ന് കൊത്തി വിടുവാണെങ്കിൽ വീണ്ടും ഇതിന്റെ അടിയിൽ നിന്ന് പൊട്ടിക്കിളിർക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ചാണകപ്പൊടി നല്ലതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നല്ലപോലെ കമ്പ് പൊട്ടിക്കിളിർത്തിട്ട് ഇതുപോലെ ഇലയായി വരും കേട്ടോ. അപ്പോൾ ഓരോരുത്തർ പറയാറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ വിത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ചെടി ഉണങ്ങി പോകുന്നു, ഇത് അങ്ങനെ നീണ്ടു നിൽക്കുന്ന ചെടിയല്ല, ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നശിച്ചു പോകും എന്ന് വെച്ചാൽ വിത്തൊക്കെ ആയി കഴിയുമ്പോൾ നശിച്ചു പോകും, ഉണങ്ങിപ്പോകും. ഇത് ഒരുപാട് കാലമൊന്നും അങ്ങനെ നിൽക്കുകയല്ല. പക്ഷേ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടെ നമുക്ക് നീട്ടിക്കിട്ടും കേട്ടോ. നമ്മൾ ഇതിന്റെ കമ്പൊന്ന് കുത്തി വിട്ടാൽ വീണ്ടും കിളിർക്കും കേട്ടോ, നല്ലതുപോലെ കിളിർക്കുകയും ചെയ്യേ. അപ്പം നമുക്ക് നമ്മുടെ മറ്റുള്ള ചെടികളുടെ കൂട്ടത്തിലും ആയുർവേദ മരുന്നുകളുടെ കൂട്ടത്തിലും ഒക്കെ മെയിനായിട്ട് നട്ടു വളർത്തുക നമ്മുടെ താരനും അതുപോലെ മുടി കൊഴിച്ചലിനും ഒക്കെ എണ്ണ കാച്ചാനൊക്കെ മെയിനൊരു, അതായത് നമ്മൾ കടയിൽ നിന്ന് നമ്മൾ ആയുർവേദ കടയിൽ പോയിട്ട് നമ്മള് നീലവൃങ്ങാതി എണ്ണ വാങ്ങാറില്ലേ, അതിലെ മെയിൻ സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ നീലമരി. അപ്പൊ നമുക്ക് എണ്ണ കാച്ചാനും അതുപോലെ നമ്മുടെ മുടി നരയ്ക്കുന്നതിനും താരനും ഒക്കെ ഉള്ളൊരു പ്രതിവിധിയാണ് ഈ ഒരു ചെടിയെ. അപ്പൊ എല്ലാവരും നമ്മുടെ മുറ്റത്ത് മറ്റുള്ള ചെടികൾ നടന്ന കൂട്ടത്തില് ഇതും ഒന്ന് നട്ട് വളർത്തി ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കാൻ നോക്കണേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കെ, ബൈ.